ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ചെർപ്പുളശ്ശേരിൻ്റെ അടുത്തുള്ള നെല്ലായ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഡിജുവിനെ കാണാനാണ് ഇവിടെ വന്നത്. ഡിജുവിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഒരുപാട് കല്യാണാലോചനകൾ നോക്കിയിരുന്നു, പക്ഷേ ഒന്നും റെഡിയാവുന്നില്ല. ആൾക്ക് 35 വയസ്സായി. പിന്നെ ജാതക പ്രശ്നവും അങ്ങനെ ഒരുപാട് വിഷയങ്ങളായിട്ട് കല്യാണം റെഡിയാവുന്നില്ല. പിന്നെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഡിജുവിൻ്റെ വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നൊരു പെൺകുട്ടി കേരളത്തിലേത് ജില്ലയിലാണെങ്കിലും എവിടെയാണെങ്കിലും കണ്ടെത്തണം. അതിനുള്ളൊരു വഴിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കണം. കല്യാണം നടക്കാത്ത എല്ലാവരുടെയും ഒരു പ്രതിനിധിയാണ് ഡിജു. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം. ഇതേപോലെ നിങ്ങൾക്കും കല്യാണം നോക്കാനുള്ളൊരു വഴിയാണ് ഇതേപോലെ വീഡിയോ എടുക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമുക്കിന്ന് ഡിജുവിനെ പരിചയപ്പെടാം, വീട് കാര്യങ്ങളൊക്കെ കാണാം. എന്നിട്ട് നല്ലൊരു വധുവിനെ നമുക്ക് ഡിജുവിനെ കണ്ടെത്തി കൊടുക്കാം. ഇതാണ് വീട്. അച്ഛൻ മരിച്ചതാണ്. അമ്മയും ഡിജുവും മാത്രമേ ഈ വീട്ടിലുള്ളത് കേട്ടോ. അമ്മ ഇപ്പം ജോലിക്ക് പോയതാണ്. ഡിജുവിനെ പരിചയപ്പെടാം. ഇതാണ് ഡിജു. ഡിജു, ഹലോ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഇന്ന് വർക്കിന് പോയില്ലായിരുന്നോ? ഇന്ന് പോയില്ല. സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്? അതെ അതെ. അല്ലാണ്ട് ഒരാളോട് പോലുണ്ടോ? രണ്ടും ഉണ്ട് അല്ലേ? ഇന്റീരിയറിന്റെ എങ്ങനെ എന്തൊക്കെ വർക്ക്? പ്ലൈവുഡിന്റെ പിന്നെ മരത്തിന്റെ പണി, തടിപ്പണി അതൊക്കെ അല്ലേ? ആശാരി വർക്കൊക്കെ അറിയാം, അങ്ങനത്തെ ഒക്കെ അറിയാം അല്ലേ? കല്യാണ ആലോചന നോക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? 5 കൊല്ലത്തോളം ആവാറായി. 5 കൊല്ലമായി. 35 വയസ്സായില്ലേ ഇപ്പോൾ? അപ്പോൾ എന്താ പെണ്ണുകുട്ടികളെ കിട്ടാനില്ല അല്ലേ? പിന്നെ 21 വയസ്സിൽ തടസ്സം തുടങ്ങിയിരുന്നു. അപ്പോൾ ജോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ 6 മാസത്തിനുള്ളിൽ ശരിയായില്ലെങ്കിൽ പിന്നെ 37 വയസ്സിൽ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞല്ലേ? അത് നിങ്ങൾ ജാതകം ഇപ്പം നോക്കുന്നുണ്ടോ? ജാതകം അല്ല, ആ പെണ്ണിൻ്റെ കൂട്ടുകാരും ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ അവർക്ക് നോക്കിയാലും കുഴപ്പമില്ല, നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതെ, അങ്ങനെ നമുക്ക് പിന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞോ. ഈ കല്യാണാലോചന വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടല്ലോ. ഇപ്പോൾ ജാതകം, ജാതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? അല്ല, നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അതിനിപ്പോൾ ജാതി പേര് ജാതിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വിശ്വകർമ്മ അല്ലെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിലും വിശ്വകർമ്മയാണല്ലേ? അപ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ അത് ചോദിക്കാണ്ട് വഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ആരും ഒന്നും പറയരുത്. കല്യാണ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും കാര്യമുണ്ടോ, അതിന് നമ്മൾ പറയാൻ ആളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ അഭിപ്രായത്തിൽ അവർ തന്നെ പറയാന്നുള്ളതിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവർ വിശ്വകർമ്മയാണ് വരുന്നത് കേട്ടോ. നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കാം? 30-32 മാക്സിമം അല്ല, ഒരു 32 വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം. ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമില്ല. ആദ്യ വിവാഹം തന്നെയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഡിവോഴ്സ് ഉള്ള പറ്റുമോ? നല്ല കുട്ടിയാണെങ്കിൽ ഡിവോഴ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പൈസ കുറവാണെങ്കിൽ ഡിവോഴ്സ് ഉള്ളതും നമ്മൾ സ്വീകരിക്കും അല്ലേ? അതെ, കുട്ടികൾ ബാധ്യത ഇല്ലാത്ത ഡിവോഴ്സ് കേസുകൾ നമ്മൾ സ്വീകരിക്കും. കേരളത്തിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് അല്ലേ? വേറെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? കാര്യങ്ങളൊന്നുമില്ല, നല്ല കുട്ടിയായി. അതെ, അമ്മ ഇപ്പം ജോലിക്ക് പോയതാ അല്ലേ? എന്ത് ജോലിയാണ് അമ്മ ചെയ്യുന്നത്? അമ്മ ഇവിടെ വീട്ടിലൊരു വർക്കാണ്, വീട്ടു ജോലിയാണ്. അച്ഛൻ മരിച്ചിട്ട് കുറേ ആയോ? 1 മാസം കഴിഞ്ഞു. ഇപ്പം നിങ്ങളെ സ്വന്തം വീടല്ലേ? ഡിജു എത്ര വരെയാണ് പഠിച്ചത്? +2. അതിനുശേഷം വേറെ എന്താ കോഴ്സിന് പോയിനോ? പിന്നെ നേരെ ജോലിയിലേക്ക് ഇറങ്ങിക്കില്ലേ? മൊത്തം 3 മക്കളുണ്ട്. 2 പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞാണ്. ഡിജു ഒരു ആൺകുട്ടിയാണുള്ളത്. അതാണ് കേട്ടോ. അത് ശരി. അവരെവിടെ അടുത്താണോ കഴിച്ചേ? കുറച്ച് ദൂരമുണ്ട്. അത് ശരി. അപ്പോൾ അങ്ങനെയാണ് ഫാമിലി വിശേഷങ്ങൾ കേട്ടോ. വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ ഡിജു? അത്രേ പറയാനുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലൊരു ആലോചന മുമ്പോട്ട് വരട്ടെ. ഇൻഷാ അല്ലാ നിങ്ങൾ മാക്സിമം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ നല്ലൊരു ആലോചന. നമുക്കറിയാം ഒരുപാട് കുട്ടികളുണ്ട് കല്യാണം റെഡിയാവാത്ത, പല സ്ഥലങ്ങളിലും ഉള്ള ഉൾവൈക്കും ഒക്കെ ഉള്ള പലരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പാർട്ട്ണറിനെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം അതിനൊരു ഉപകാരമാവട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഡിജുവിൻ്റെ വീട്, അവൻ്റെ ജോലി, അവൻ്റെ സംസാരം, കാര്യങ്ങൾ, അവനെ കണ്ടിട്ട് വരുന്ന കുട്ടികൾ, ഇഷ്ടപ്പെട്ട് വരുന്നവർ
അപ്പോൾ പാവപ്പെട്ട ഫാമിലി ഒന്നും നമുക്ക് വിഷയമില്ല അല്ലേ ഡിജു? നമുക്ക് വേറെ ഇതൊന്നും ഇല്ലല്ലോ, ഡിമാൻഡ് കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് ഡിവോഴ്സ് ആയതും നമുക്ക് സ്വീകരിക്കാം. കുട്ടികളില്ലാത്ത, പെട്ടെന്ന് ഡിവോഴ്സൊക്കെ ആയി, ഭർത്താവ് മരിച്ചുപോയി, മക്കളില്ലാത്ത, അങ്ങനെ മക്കളുള്ള വേണ്ടല്ലോ, മക്കളില്ലാത്ത അങ്ങനെയൊക്കെ ആലോചനയൊക്കെ നമുക്ക് സ്വീകരിക്കാം. നമ്മൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരാളായാൽ മതി. പിന്നെ പലരും പല സ്ഥലത്തു നിന്ന് വിളിക്കും, നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണോ, കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. മാക്സിമം അന്വേഷിച്ച് ചെയ്യുക, നമ്മൾ ആലോചനകൾ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യട്ടോ. ഓക്കെ.